പക്ഷിപ്പനിയെ തുടർന്ന് ആലപ്പുഴയിൽ ചിക്കൻ വിഭവങ്ങൾക്കുണ്ടായിരുന്ന നിയന്ത്രണം നീക്കി. ഹോട്ടലുകളിൽ ചിക്കൻ വിഭവങ്ങളും മുട്ടയും തിരിച്ചെത്തി. അവശതയുള്ള കൂടുതൽ താറാവുകളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. 6 ദിവസത്തിന് ശേഷമാണ് ചിക്കൻ നിരോധനം നീക്കിയത്. ജില്ലയിൽ കോഴികളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചെങ്കിലും മുൻകരുതൽ നടപടികളുടെ ഭാഗമായിരുന്നു നിരോധനം. ക്രിസ്മസ്, ന്യൂ ഇയർ വിനോദസഞ്ചാര സീസണുകൾക്കിടെ ഉണ്ടായ ചിക്കൻ നിരോധനത്തിനെതിരെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. കോഴികളിലേക്ക് രോഗവ്യാപന സാധ്യതയില്ലെന്ന വിലയിരുത്തലിലാണ് ന്യൂ ഇയർ രാത്രി ജില്ലാ ഭരണകൂടം നിരോധനം പിൻവലിച്ചത്. ആലപ്പുഴയിലെ ജനങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അതുകൊണ്ട് 10 ദിവസത്തോളം ആറായി. ഇന്നലെ വൈകുന്നേരം തന്നെ അതിൻ്റെ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം ഇന്നെല്ലാവരും ലൈവായിട്ട് ചിക്കൻ കടകളും ഹോട്ടലുകളൊക്കെ വളരെ സജീവമായി. ചിക്കൻ വിഭവങ്ങൾ മാത്രം വിൽക്കുന്ന ഹോട്ടലുകളും എല്ലാവരും രംഗത്ത് വളരെ സന്തോഷത്തോടുകൂടിയാണ് 2026 വരവേറ്റിരിക്കുന്നത്. ജില്ലയിലെ താറാവുകളിൽ രോഗം പടരുന്നത് പൂർണ്ണമായി മാറിയിട്ടില്ല. അവശതയുള്ള താറാവുകളുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ പരിശോധനാ ലാബിലേക്ക് അയച്ചു. ആവശ്യമെങ്കിൽ കടുത്ത നിയന്ത്രണങ്ങൾ തുടരേണ്ടി വരുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.